ഹലോ ഗൈസ്, ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതി സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ വരണം, എല്ലാവരും വേണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ ഈ ഫോൺ കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേന് സച്ചി പറയും, വേണ്ട ഞാനങ്ങ് വന്നോളാം, അച്ഛൻ എന്നെ വഴക്ക് പറയുമല്ലോ എന്ന് പറയും. അപ്പം പിന്നെ എന്നാൽ എത്രയും പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് രേവതി സന്തോഷത്തോടെ സമാധാനത്തോടെയും കൂടി റൂമിലേക്ക് ചെല്ലും. പിന്നീട് എല്ലാവരും കൂടി അമ്പലത്തിൽ വന്ന് പൂജാരിയെ കാണുന്നുണ്ട്. അപ്പോൾ പൂജാരി പറയും, ഞാൻ പറഞ്ഞ പോലെ എല്ലാ കർമ്മങ്ങളും ചെയ്യണം, പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറയും. എന്നിട്ട് രേവതിയോട് ചന്ദ്രമതി പറയുന്നുണ്ട്, രേവതി എത്രയും പെട്ടെന്ന് കുടത്തിൽ വെള്ളം നിറയ്ക്കാൻ പറയും. രേവതി ഉടനെ പറയും, ശരി അമ്മേ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ചന്ദ്രമതി ശ്രുതിയോട് പറയും, ശ്രുതി വാ തല വഴി വെള്ളം ഒഴിക്കണമെന്ന് പറയും. അമ്മേ ഞാനത് രാവിലെ കുളിച്ചതല്ലേ എന്ന് പറയും. അത് ഒന്നും പറ്റത്തില്ല, ഇവിടെ ഇങ്ങനെ ഒരു കർമ്മം ഉള്ളതോ, അപ്പോൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഉടനെ വർഷ പറയുന്നുണ്ട്, ആൻറ്റി എങ്ങനെയാ ചേച്ചിയുടെ അച്ഛനങ്ങ് മലേഷ്യയിലല്ലേ, അപ്പം നമ്മൾ ഈ അമ്പലത്തിൽ വെച്ച് പൂജ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. മോളെ ദൈവം എല്ലായിടത്തും ഉണ്ട്, അപ്പം നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, അവിടെ അമേരിക്കയിലുള്ളവർക്ക് വരെയും ഫലം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ചന്ദ്രമതി വർഷയെ. ശ്രുതിക്കാണ് ഒരു പൂജയും ചെയ്യുന്നതിനോട് താല്പര്യമില്ലെന്ന് തോന്നുന്നുണ്ട് ചന്ദ്രമതിക്ക്. എന്നിട്ട് പറയും, ശ്രുതി നീ ഇതൊന്നും നോക്കരുത്, നിൻ്റെ അച്ഛന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നേ, വാ എല്ലാ കർമ്മങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും, എന്നാൽ ഇനി തലവഴി വെള്ളം ഒഴിച്ചേക്കാം, രേവതി നീ വേണം തലവഴി വെള്ളം ഒഴിക്കാമെന്ന് പറയും. അപ്പോൾ രേവതി വെള്ളം എടുത്ത് ശ്രുതിയുടെ തലവഴി ഒഴിക്കുകയാണ്. ശ്രുതി നിന്നങ്ങ് വിറക്കുകയാണ്, തണുത്തിട്ട് വയ്യെന്ന് പറഞ്ഞുള്ള പരുവത്തിൽ. വർഷയ്ക്കാണ് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ശ്രുതി പറയും, മതി ആൻറ്റി മതി, രണ്ട് ഇത് ആയല്ലോ മതി എന്ന് പറയും. അതുപോരാ 3 പറഞ്ഞിരിക്കുന്നത്, മൂന്നാമത്തെ ഒഴിച്ചു എന്ന് പറഞ്ഞ് 3 ഒഴിപ്പിക്കുകയാണ്. എന്നിട്ട് ശ്രുതിയുടെ കഴുത്തേലോട്ടൊരു തുളസി മാലയൊക്കെ ചാർത്തുന്നുണ്ട്. ആ സമയത്ത് സച്ചിയും നീലിമയും കൂടെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം നീലിമ ചോദിക്കും, അമ്പലത്തിൽ പോകുമല്ലേ, ഞാനിവിടെ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയും. എന്നാൽ വാ നമുക്കവിടെ തൊഴുതിട്ടൊക്കെ പോരാമെന്ന് സച്ചിയും പറയുന്നുണ്ട്. ചന്ദ്രമതി പിന്നീട് ശ്രുതിയോട് പറയുന്നുണ്ട്, ഇനി അടുത്തത് ഏത്ത വിടുകയാണെന്ന് പറയും. ഏത്ത വിടാനോ, എന്നെക്കൊണ്ടൊന്നും വയ്യ ആൻറ്റി എന്ന് പറയും. അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടേ. രേവതി പറയും, അത് 10 ഏത്തമാണ് മിനിമം ഇടേണ്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരത്തേന് ശ്രുതി ഇങ്ങനെ വിഷമിച്ച് 10 ഏത്ത ഇടാനായിട്ട് ഇങ്ങനെ തുടങ്ങണം. എന്നിട്ട് 8 വിട്ട് കഴിയുമ്പം പറയും, മതി ആൻറ്റി 10 ആയില്ലെന്ന്. ഉടനെ വർഷയും ശ്രീ എന്ന് പറയുന്നുണ്ട്, 8 ആയുള്ളല്ലോ ഞങ്ങൾ എണ്ണീതാന്ന് പറയും. അപ്പോഴത്തേന് രവീന്ദ്രനും പറയുന്നുണ്ട്, മോളെ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ കള്ളത്തരം കാണിക്കരുത് എന്ന് പറയുമ്പോഴത്തേന് ചന്ദ്രമതി പറയും, ശ്രുതി പെട്ടെന്ന് തന്നെ 2 കൂടി ഇട്ടോളാൻ പറയും. അങ്ങനെ ശ്രുതി ആ 2 കൂടെ അങ്ങ് ഇടും. അത് കഴിയുമ്പോഴത്തേന് പറയും, ഇനി അടുത്തത് വാ അടുത്ത കർമ്മം ഉണ്ടെന്ന് പറഞ്ഞ് അടുത്തോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയം നീലിമയും സച്ചിയും കൂടെ വന്ന് അമ്പലത്തിൻ്റെ മുമ്പിൽ ഇറങ്ങുന്നുണ്ട്. മാഡം അമ്പലമായി, ഞാനെന്നാൽ അങ്ങോട്ട് കയറി പോവുകയാണ്, മാഡം വന്ന് തൊഴുതിട്ട് പോകാനൊക്കെ പറയും. അത് ശരി ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ നീലിമയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. അർജൻറ്റ് കോളാ, സംസാരിച്ചേ പറ്റത്തുള്ളൂ, എന്നാൽ സച്ചി അങ്ങോട്ട് കയറിപ്പോക്കോ, ഞാൻ വന്നോളാം എന്ന് പറയും. ശരി ഞാൻ 5 മിനിറ്റിനകം പെട്ടെന്ന് ഇറങ്ങി വരാം കേട്ടോ, മാഡം വേണമെങ്കിൽ കാറിനകത്ത് കയറിയിരുന്നോ എന്ന് പറഞ്ഞ് AC ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നീലിമ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സച്ചി നേരെ അമ്പലത്തിലേക്ക് കയറി വരും. അന്നേരത്തേന് ചന്ദ്രമതി ശ്രുതിയോട് പറയുന്നുണ്ട്, ഇനി അടുത്ത കർമ്മം എന്ന് പറയുന്നത് കയ്യിൽ കർപ്പൂരം കത്തിക്കുന്നതാ എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി അങ്ങ് ഞെട്ടുന്നുണ്ട്. അയ്യോ കയ്യിൽ കർപ്പൂരം കത്തിക്കാനോ, വേണ്ടെന്നൊക്കെ പറയും. അന്നേരത്തേന് രേവതിയൊക്കെ പറയുന്നുണ്ട്, വേണോ അമ്മേ അതെന്നൊക്കെ, ഭയങ്കരമായിട്ട് വേദന എടുക്കുകയില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷേ സച്ചി പറയുന്നുണ്ട്, അത് കൊള്ളാം എന്നുള്ള അത് നല്ലതാണ് കേട്ടോ, എന്തായാലും അതങ്ങ് നടത്തിയേക്കാൻ പറയും. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ട ചന്ദ്ര അതൊന്നും വേണ്ട, ഒരെണ്ണം ഒഴിവാക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലെന്നോ. അതൊന്നും പറ്റത്തില്ല, ഒരെണ്ണം പോലും ഒഴിവാക്കാൻ പറ്റത്തില്ല, എല്ലാം ശ്രുതി ചെയ്യണം, എന്നാലേ അവളുടെ അച്ഛൻ അങ്ങ് മലേഷ്യയിൽ നിന്ന് വരത്തുള്ളൂ എന്ന് പറയും. ശ്രുതിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമാണ്. പക്ഷേ സച്ചിയാണ് അങ്ങ് നിന്ന് പ്രോത്സാഹിപ്പിക്കുക ചെയ്തെന്ന് പറഞ്ഞ് നേരത്തേന് രേവതി പറയുന്നുണ്ട്, മിണ്ടാതിരിക്കും സച്ചിയായിട്ട് എന്തായി പറയുന്നതൊക്കെ ചോദിക്കും. അത് കഴിയുമ്പോഴത്തേന് ചന്ദ്രമതി തന്നെ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ കർപ്പൂരം കത്തിച്ചങ്ങ് വെക്കുകയാണ്. ശ്രുതി നിന്ന് കാണുക. അതായത് ചന്ദ്രമതി ആ കൈ പിടിച്ച് ഇങ്ങനെ പൂജയ്ക്ക് വേണ്ടി ഒഴിയുന്ന പോലൊക്കെ നിന്ന് ഇങ്ങനെ ഒഴിതുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഇത് നന്നായി കേട്ടോ എന്ന്. അപ്പം ശ്രുതി അങ്ങ് നിന്ന് കരയുന്ന കാണുമ്പോഴത്തേന് രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അത് നീ താഴെ ഇട്ടേക്കാൻ. കുറച്ച് കഴിയുമ്പോഴത്തേന് അത് ശ്രുതി അങ്ങ് തട്ടിക്കളയുന്നുണ്ട്. എന്നിട്ട് പറയാം, അയ്യോ ആൻറ്റി എൻ്റെ കൈ പൊള്ളുന്നു, എനിക്ക് കൈ നീറിയിട്ട് വയ്യെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ നീലിമ കാറിനകത്തിരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് പുറത്തേക്ക് ഇറങ്ങി
നിന്നിട്ട് ഇങ്ങനെ ദൈവത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരത്തേന് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട്, ഇനി അടുത്തതെന്ന് പറയുന്നത് സാഷ്ടാംഗ പ്രണാമോ വാ ഇങ്ങോട്ടെന്ന് പറയുന്നുണ്ട്. വേണ്ട ആൻറ്റി നമുക്ക് പോയേക്കാന്നൊക്കെ പറയും. അന്നേരം അത് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് വന്നേ, എന്തായാലും ഇതൊക്കെ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ ഉടനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അന്നേരം വർഷ പറയുന്നുണ്ട്, എന്തായാലും എനിക്കിതെല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ട് ഓരോരോ ആചാരങ്ങൾ എന്തായാലും അടുത്തത് ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വാ ശ്രീകാന്ത്, നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവർ സന്തോഷത്തോടെ പോകണം. അപ്പോൾ സച്ചി പറയും, ഒരു മേടത്തെയും കൊണ്ട് ഞാൻ ട്രിപ്പ് വന്നതായിരുന്നു, അതുകൊണ്ട് അച്ഛൻ എനിക്ക് പോകണമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, വേണ്ട സച്ചി ചേട്ടാ നമുക്കിത് കഴിഞ്ഞിട്ട് പോകാമെന്ന്. നീ എനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുകയില്ല, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോകും. അത് കഴിയുമ്പോഴത്തേന് നീലിമ ഇങ്ങനെ സംസാരിച്ച് പുറത്ത് നിൽക്കുകയായിരുന്നല്ലോ. അന്നേരമാണ് സുധി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നീലിമ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീരെ കണ്ടു കഴിയുമ്പോഴത്തേന് നീലിമ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നീലിമ കാറിനകത്ത് കയറിയിരിക്കും. എന്നിട്ട് ഇങ്ങനെ മുഖം മറച്ച് പിടിച്ചാണ് ഇരിക്കുന്നത്. സുധിയാണ് പക്ഷേ സംസാരിച്ച് ഇങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അന്നേരമൊക്കെ നീലിമ ആകെ ടെൻഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ. അന്നേരത്തേന് സുധി വന്ന് വർത്താനം പറഞ്ഞ കാറിൻ്റെ ഡോറെ തന്നെ ചാരി അങ്ങ് നിൽക്കും. അത് കഴിയുമ്പോഴത്തേന് നീലിമ മുഖം ഇങ്ങനെ മാറ്റി പിടിച്ച് നിൽക്കുകയാണ്. അടുത്തത് ശ്രുതിക്കുള്ള ശയന പ്രദർശനമാണ്. ചന്ദ്രമതി പറയും, വാ ശയന പ്രദർശനം നടത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറയും. കുറച്ച് കഴിയുമ്പോഴത്തേന് ശ്രുതി ആടി എണീറ്റിട്ട് പറയുന്നുണ്ട്, ആൻറ്റി മതി, എനിക്ക് മതിയായി, എനിക്ക് മടുത്തെന്നൊക്കെ പറയും. അതൊന്നും പറ്റത്തില്ല, നീ അങ്ങ് വരെ ഉരുണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയും. നിർദ്ദേശനുടനെ സച്ചി പറയും, എന്തായാലും ഇതൊക്കെ നന്നായിട്ടുണ്ട്. അവിടെ കിടക്കുന്ന മലേഷ്യ ജയിലിൽ കിടക്കുന്ന ഇവളുടെ അച്ഛൻ വന്നില്ലെങ്കിലും ശരി, ഇത്രയും വലിയൊരു പണി ഇവക്കെട്ട് കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോകും. സുധി ഫോൺ വിളിച്ച് നിന്ന് കാറിൻ്റെ സൈഡിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. ആ സമയത്ത് നീലും ഇങ്ങനെ മുഖം മറച്ചാകത്ത് ഇങ്ങനെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അന്നേരത്തേന് സച്ചി മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം നീലിമ കാണുന്നുണ്ട് സച്ചി ഇറങ്ങി വരുന്നത്. അന്നേരം അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.